നിയുക്ത LDF കൺവീനർ TP രാമകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. സഖവേ, ആദ്യം തന്നെ 24 ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. എങ്ങനെയാണ് ഈ പുതിയ ചുമതലയും മറ്റു കാര്യങ്ങളൊക്കെ? മുന്നണി കൺവീനറായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടേ ഉള്ളൂ. മുന്നണി യോഗം ചേർന്നിട്ടില്ല. മുന്നണിയിലെ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. എല്ലാ പാർട്ടികളുമായിട്ട് ആലോചിച്ച് മുന്നണി പ്രവർത്തനം ശക്തിപ്പെടുത്താനും ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്തു പോകാം, അതിൽ സർക്കാർ നടപടികൾ എത്രത്തോളം ത്വരിതപ്പെടുത്താം, ഇത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. RJD അതുപോലെ INL തുടങ്ങിയിട്ടുള്ള ചില കക്ഷികളിലെ ചില വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉയർന്നിരുന്നു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോ INL RJD എല്ലാം ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിനോട് ഭാഗമായിട്ടുണ്ട്. ചില ഗ്രൂപ്പുകൾ മാറി നിൽക്കുന്നുണ്ട്. അത്തരം വിഭാഗങ്ങൾ നമ്മൾ അകറ്റുന്നൊന്നുമില്ല. അങ്ങനെയുള്ള വിഭാഗങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് മുന്നണിയിൽ കൂട്ടായി ആലോചിക്കേണ്ട വിഷയമാണ്. അത് ആലോചിച്ചതിന് ശേഷമേ അവരോട് എന്ത് നിലപാട്, അതിൽ INL ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ട്. എന്നാൽ INL ഒരു വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും അവരുടെ പാർട്ടിയിൽ അവർ ഭിന്നിച്ചു നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. അത് അവരെ യോജിക്കണം എന്നുള്ളൊരു നിലപാടാണ് ഞാൻ നേരത്തെ തന്നെ പാർട്ടിയൊക്കെ മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിന് ഇനി ശ്രമം നടത്താം. ഇനി അവരുടെ നിലപാട് എന്താണെന്നുള്ളത് നോക്കിയിട്ട് എങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടു പോകണം എന്നുള്ളത് സംബന്ധിച്ച് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളെല്ലാം മുന്നണിക്കകത്ത് ആലോചിക്കും. സർക്കാരും മുന്നണിയും പലപ്പോഴും രണ്ടു വഴിക്കാണ് എന്നുള്ള ആക്ഷേപങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഇടപെടൽ? ആക്ഷേപ അടിസ്ഥാനരഹിതമാണ്. സർക്കാർ മുന്നണിയും ഒരേ വഴിക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള ഏതെങ്കിലും, ഇപ്പം ഭരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ മാത്രമല്ല, ഉദ്യോഗസ്ഥ വിഭാഗം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഉദ്യോഗസ്ഥ വിഭാഗം സ്വീകരിക്കുന്ന നിലപാട് പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ഭിന്ന സ്വരങ്ങളൊക്കെ ചിലപ്പോൾ ഉയർന്നു വന്നുവിടാനൊന്നുമില്ല. ഗവൺമെന്റ് അതിനെല്ലാം ഇടപെട്ട് ഫലപ്രദമായി നയിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ഉത്കണ്ഠയുടെ പ്രശ്നമൊന്നുമില്ല. അത് സ്വാഭാവികമാണ്. അത് നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. അതെല്ലാം പരിശോധിച്ച് കൂടുതൽ ഫലപ്രദമായി നീങ്ങുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ശ്രമിച്ചിട്ടുള്ളത്. ഇതിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഊന്നൽ. ആ ഒരു നിലപാട് ശക്തിയായിട്ട് തുടരണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് LDFന്റെ അമരക്കാരനാവുന്നത്. EPയെ മാറ്റുന്നു. അത്ര ഒരു പ്രത്യേക അതൊരു പ്രത്യേക സാഹചര്യമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൺവീനറായി പലപ്പോഴും ആളുകൾ മാറി മാറി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിലും പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. തൽക്കാലം സഖാവ് EP ഒഴിഞ്ഞു, ഞാൻ പുതുതായി ചുമതലയെടുക്കണമെന്ന് തീരുമാനിച്ചു. അത് ആ നിലയിൽ മാത്രമേ കാണേണ്ടത്. അതിന്റെ അപ്പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി LDFനുണ്ടാവുന്നു. ഇനിയിപ്പോ അരികെയായിട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തുന്നുമുണ്ട്. ഇല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവനന്തപുരത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. തിരുവനന്തപുരത്ത് 8 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. അതിൽ 4 വാർഡുകൾ UDF ആണ്, 4 വാർഡുകൾ BJP ആണ്. ആ 8 വാർഡിലും ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കേരളത്തിലെ ചില വാർഡുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും തിരിച്ചടിയേറ്റിട്ടുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാണ്. അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെല്ലാം വെളിച്ചത്തിൽ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള വർക്ക് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുന്നണിയെ നന്നായി നയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.